പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിശ്വസിക്കുകയും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിലെയും നാഥായ നീക്കും. സകലേശ
ഇല്ലാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുഖകരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം വളരുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. മരുമക്കളോട് കൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാനൊരുങ്ങി. അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മരുമക്കളോട് കൂടെ പുറപ്പെട്ട് യൂദയായിലേക്കുള്ള വഴിയിലെത്തി. അപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞു, നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുകയും മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു. കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കട്ടെ. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൾ അവരെ ചുംബിച്ചു. അവർ പൊട്ടിക്കരഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ പോകുന്നില്ല, അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. എന്നാൽ നവോമി പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങൾ തിരിച്ചു പോകുവിൻ. എന്തിന് എന്നോട് കൂടെ വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ? എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോകുവിൻ. വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃത്തിയായിരിക്കുന്നു. അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ? നിങ്ങൾ വിധവകളായി കഴിയുമോ? ഇല്ല, മക്കളെ, കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു. നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും. അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിമ്മയെ ചുംബിച്ച് വിടവാങ്ങി. റൂത്ത് അവളെ പിരിയാതെ നിന്നു. നവോമി പറഞ്ഞു, നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ, അവളെ പോലെ നീയും പോകുക. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോകാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും പോകും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്നും വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ച് എന്ന് കണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല.
ദൈവമായ കർത്താവിന്റെ സ്തുതി. കർത്താവിൻ പ്രിയരാം നീതിയിടുന്നവരെ അവനെ സ്നേഹിപ്പിൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സഫലമേകും തിരുസഭതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കർത്താവിൽ നിതരാം ശരണമടയ്ക്കുന്നു, ശക്തി ധരിച്ചിടും ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സത്ഫലമേകും തിരുസഭതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സത്ഫലമേകും തിരുസഭതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സത്ഫലമേകും തിരുസഭതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള തിരുവചനം. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലൊരു മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുകയും. നമുക്കൊരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്, എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിനും, ശുശ്രൂഷാവരം ശുശ്രൂഷ നിർവഹണത്തിലും, അധ്യാപനവരം അധ്യാപനത്തിലും, ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും, നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും, കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുതി. വചനങ്ങളരുളൂ
ചുറ്റും ചെറുവഞ്ചി പോലെ കടലകളിലൊഴുകി വരും വചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവിന്റെ മിശിഹായിലെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ശിഷ്യന്മാരും പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മത്ത എന്നു പേരുള്ള ഒരുവൻ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നു. മത്തയാകട്ടെ പലവിധ ശുശ്രൂഷകൾ മുഴുകി വ്യഗ്രചിന്തയായിരുന്നു. അവൾ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവ്, ശുശ്രൂഷയ്ക്കായി എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കുവാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. തമ്പുരാന്റെ ഇഷ്ടം തിരഞ്ഞെടുക്കുക. ഈശ്വസിഹായിലെ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, വളരെ മനോഹരവും എന്നാൽ വളരെ വിചിത്രവുമായ സുവിശേഷ ഭാഗമാണ് നാം ശ്രമിച്ചത്. വഴിയെ പോകുന്ന തമ്പുരാന് മർത്ത സ്വഭവനത്തിൽ സ്വീകരിക്കുകയാണ്. സ്വഭവനത്തിൽ സ്വീകരിച്ച ഒരു വ്യക്തിയെ, അതിഥിയെ എപ്രകാരമെല്ലാം സ്വീകരിക്കണമെന്ന് സുവിശേഷത്തിന്റെ പല ഭാഗത്തും രേഖപ്പെടുത്തുന്നുണ്ട്. അവന്റെ പാദങ്ങൾ കഴുകണം, അവന് ചുംബനം കൊടുക്കണം, അവന്റെ തലയിൽ സുഗന്ധ ദ്രവ്യങ്ങൾ പൂശണം, അവന് വിശ്രമിക്കുവാൻ ഇടമൊരുക്കണം, ഭക്ഷണമൊരുക്കണം. ഇതെല്ലാം ആതിഥേയ മര്യാദകളാണ്. മത്തയെ സംബന്ധിച്ചിടത്തോളം ഈ ആതിഥേയ മര്യാദകളിൽ അവൾ മുഴുകിയിരിക്കുകയാണ്. ഈ ആതിഥേയ മര്യാദകളിൽ മുഴുകിയിരിക്കുമ്പോൾ അവൾക്കൊരു വിഷമം, ചിലപ്പോൾ ചെയ്തു തീർക്കാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കാം. അവൾ പരാതി പറയുകയാണ്. അവിടെ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് സാധിക്കണമെന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പല രീതികൾ ചെയ്യാറുണ്ട്. ഭവനത്തിൽ ചെയ്യാറുണ്ട്, സമൂഹത്തിൽ ചെയ്യാറുണ്ട്, ജോലിസ്ഥലത്തിൽ ചെയ്യാറുണ്ട്, ദേവാലയത്തിൽ ചെയ്യാറുണ്ട്. എന്നാൽ ഇതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതാണോ അല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ചിന്തയിൽ ഇതെല്ലാം ദൈവേഷ്ടപ്രകാരമായിരിക്കാം. തീർച്ചയായിട്ടും മത്തയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇത് യേശു ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ യേശു ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിന്റെ വെളിച്ചത്തിലായിരിക്കാം ഉത്കണ്ഠയോടുകൂടി വ്യഗ്രചിന്തയോടുകൂടി എല്ലാം ചെയ്തിരുന്നത്. എന്നാൽ തമ്പുരാൻ പറയുകയാണ്, ഇത് എന്റെ ഇഷ്ടമല്ല എന്ന്, ഇത് നല്ല ഭാഗമല്ല എന്ന്, മേരി നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന്.
മറ്റൊരു വാക്കിൽ പറഞ്ഞ പാവം മർത്ത അവളെല്ലാം ചെയ്തു, അവനെ സ്വീകരിച്ചു, അവന് വേണ്ടതെല്ലാം ഓടി നടന്ന് ചെയ്യുകയാണ്. പക്ഷെ ലഭിച്ചതോ ശാസനയാണ്. അതല്ല വേണ്ടിയിരുന്നത്, ഇതാണ് വേണ്ടിയിരുന്നത്. നല്ല ഭാഗം തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലവിധ കാര്യങ്ങളിലും വ്യഗ്രചിതരാകുമ്പോൾ തമ്പുരാന്റെ ഭാഗം തിരഞ്ഞെടുക്കുവാനായിട്ട് വിട്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് ചിലപ്പോൾ പ്രാർത്ഥനയായിരിക്കാം, അത് ചിലപ്പോൾ ബലിയർപ്പണമായിരിക്കാം, അത് ചിലപ്പോൾ ധ്യാനമായിരിക്കാം. അതിൽ വിട്ടുപോകുന്നുവെങ്കിൽ ഈശോ പറയുകയാണ്, നീ ജീവിത വ്യഗ്രതയിൽ ഓടി നടക്കുകയാണ്, പക്ഷേ നല്ല ഭാഗം നീ വിട്ടുകളഞ്ഞു. നല്ല ഭാഗം വിട്ടുകളയരുത് എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് തമ്പുരാന്റെ ഇഷ്ടം. രണ്ടാമതായിട്ട് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ചെയ്യുന്ന കാര്യത്തിൽ സംതൃപ്തി ഉണ്ടാകണമെന്ന്, സംതൃപ്തമായി ചെയ്യണമെന്ന്. മർത്തയെ സംബന്ധിച്ചിടത്തോളം അവൾ എല്ലാം ചെയ്തു, വ്യഗ്രചിത്തയോടുകൂടി ചെയ്തു, ഉത്കണ്ഠയോടുകൂടി ചെയ്തു. ഈ വ്യഗ്രചിത്തയും ഉത്കണ്ഠയും എല്ലാം ഓർമ്മപ്പെടുത്തുക അവളുടെ ആത്മാർത്ഥതയാണ്. യേശുവിനെ ഏറ്റവും നല്ല രീതിയിൽ ശുശ്രൂഷിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ വ്യഗ്രചിത്തയോടും ഉത്കണ്ഠയോടും കൂടി ഓടി നടന്നെല്ലാം ചെയ്യുക. എന്നാൽ അവിടെ അവൾ സംതൃപ്തയായിരുന്നോ എന്ന് ചോദിച്ചാൽ അവിടെ പ്രശ്നമാണ്. അവൾ പരാതിപ്പെടുകയാണ്. യേശുവിന്റെ അടുത്ത് എന്നെ തനിയെ വിട്ടിരിക്കുന്നു, അവളോടുകൂടി എന്നോടുകൂടി സഹായിക്കുവാനായിട്ട് ആവശ്യപ്പെടുക. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള അവസ്ഥകൾ ഉണ്ടാകാം. എന്നെ സഹായിക്കുന്നില്ല, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നു, എന്നോട് ചേർന്ന് നിൽക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്ന ഭർത്താവും ഭാര്യയും മക്കളും മാതാപിതാക്കളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പാത്രം കഴുകുന്നില്ല, വസ്ത്രം അലക്കുന്നില്ല, മുറ്റമടിക്കുന്നില്ല, അങ്ങനെ വിവിധ രീതിയിൽ നമ്മൾ പരാതിപ്പെടും. അതോടൊപ്പം തന്നെ അതെല്ലാം നമ്മൾ ചെയ്യുകയും ചെയ്യും. അതെല്ലായിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലർ ചെയ്യുന്നു, എന്നാൽ ചിലർ വിട്ടുനിൽക്കുന്നു. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ സംതൃപ്തയാകണമെന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മത്തയെ സംബന്ധിച്ചിടത്തോളം അവൾ എല്ലാം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അവൾ പരാതിപ്പെടുകയും ചെയ്തു. ആ പരാതിപ്പെടുമ്പോൾ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്, നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കണം. ഞാൻ നല്ല ഭാഗമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യവും വിശ്വാസമുണ്ട് എങ്കിൽ അവിടെ പരാതി ഉണ്ടാവുകയില്ല. നാം നല്ലത് എന്ന് ചിന്തിക്കുന്നത് പലപ്പോഴും നല്ലതായിരിക്കണമെന്നില്ല. മൂന്നാമതായിട്ട് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനെ ശ്രദ്ധിക്കണമെന്ന്. മേരിയെ സംബന്ധിച്ചിടത്തോളം അവർ തമ്പുരാനെ ശ്രമിക്കുവാനായിട്ട് തമ്പുരാന്റെ പാദത്തിങ്കിലേ ആയിരിക്കുകയാണ്. മർത്തയെ സംബന്ധിച്ചിടത്തോളം അവൾ വ്യഗ്രചിത്തയായി ഓടി നടക്കുകയാണ്. ഏതാണ് ശ്രേഷ്ഠം? നല്ലത് ശ്രേഷ്ഠമായി തിരഞ്ഞെടുത്തത് മേരിയാണ് എന്ന് പറയുകയാണ്. തമ്പുരാനെ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ശ്രേഷ്ഠമാണ് എന്നത് സുവിശേഷത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാനായിലെ കല്യാണം വരുന്നത് അവൻ പറയുന്നത് ചെയ്യുക. രൂപാന്തരീകരണ വേളയിൽ അവന്റെ സ്വരം ശ്രമിക്കുക. തമ്പുരാന്റെ സ്വരം ശ്രമിക്കുവാനായി നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, അവനോടൊപ്പമായിരിക്കുവാനായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ശ്രേഷ്ഠത എന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തമ്പുരാന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് തമ്പുരാനോടൊപ്പമായിരുന്നു തമ്പുരാൻ
സ്വരം ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം ദൈവേശത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ദൈവേശത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. രക്തസാക്ഷിയുടെ ചൂടുന്നതാൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസത്തെ എതിർക്കൂടെ നേരിടുന്നതിനും പരിസ്ഥിതി വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭയോട് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനം കഴിയുന്നത് പങ്കാളികൾ ആവാനുള്ള സന്മനസ് ദൈവജനത്തിൽ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യം വളർത്തി ഏകസന്ധിവിശ്വാസത്തിൽ അവയെ പരീക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്ത്രീയന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവവിളിക്കനുസൃതമായി സുവിശേഷ ജീവിതം നീതിമാന്മാരോടൊപ്പം സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രിസ്ത്യാനി സഭ മുഴുവനെയും തലവനായ ഞങ്ങളുടെ പരിസ്ഥിതി പിതാവ് മാർ ഫ്രാൻസിസ് ബാബായും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിനെയും മറ്റു മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ ഈശോയെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെയൊക്കെ എന്നെ നീ സ്വന്തമാകേണമേ.
ഓർമ്മയോടും കാഴ്ചകളോടുമൊപ്പം തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ ആവശ്യമായ കൃപ എന്നിൽ എൻ്റെ കുടുംബാംഗങ്ങളിൽ ചൊരിയണമേ തമ്പുരാനെ അവിടുത്തോട് അപേക്ഷിക്കാം. അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പീഠാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന ചെയ്ത മിശിഹ വഴി പിതാവായ ദൈവം കനികപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ.
സകലത്തിന്റെയും നാഥനായ ദൈവം ദൈവം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്നതായി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരാജ്യങ്ങൾ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരമായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങയുടെ
എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും.
എല്ലാവർക്കും വേണ്ടിയും ഞാൻ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയേണമേ, പാവങ്ങൾ പൊറുക്കേണമേ, ഓരമാം എൻ്റെ അപരാധങ്ങൾ സദയം നാഥാ പൊറുക്കേണമേ. അറിയുന്നു ഞാനിൻ പാവങ്ങളെ, കാണുന്നു ഞാനവയൻ മുൻപേ. അറിയുന്നു ഞാനിൻ പാവങ്ങളെ, കാണുന്നു ഞാനവയൻ മുൻപേ. നിന്തിരു കൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. തിരുനാമത്തിൽ സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിത്യവും ജീവിക്കും ദൈവപുത്രാ, തിരുവോസ്തിയുമായി അത്യുന്നതാ. ജീവിതം മുഴുവൻ ഞാൻ കാഴ്ചയടച്ചിന്ന് ദൈവമോ ശിവമേ ആരാധന. നിത്യവും ജീവിക്കും ദൈവപുത്രാ, തിരുവോസ്തിയിൽ വാഴും അത്യുന്നതാ. ജീവിതം മുഴുവൻ ഞാൻ കാഴ്ചയടച്ചിന്ന് ഏകുന്നു സ്നേഹമേ ആരാധന. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ഔന്നത്യത്തിൽ
സഹോദരിയെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സത്യനെ നാനാ ദൈവത്തോടെ ഹൃദയം പാപോയായിരിക്കുകയും ചെയ്യാം. സാക്ഷി ശുദ്ധീകരിക്കാം. സത്യതയുടെ ഉദ്ദേശങ്ങളുടെ ആത്മാക്കളെ യുക്തമാക്കാം. വിശുദ്ധ സ്വീകരിക്കുകയും പരിസ്ഥാപനം പോറ്റിയിരിക്കുകയും ചെയ്യാം. ജോലിപ്പോഴും ഐക്യത്തോടും കൂടി ദിവദേശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവിന്റെ ശരീരങ്ങളെയും ആത്മാക്കളെ രക്ഷിക്കാനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി ചോദിച്ചതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ നല്ല ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവിശ്വം ശിഹായുടെ ഭാവനം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ
സ്നേഹം ഉറപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം പാപാതയർപ്പിക്കാം. സ്നേഹം ഉറപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം പാപാതയർപ്പിക്കാം. ദിവ്യ സൗഭാഗ്യം അങ്ങന്റെ സ്വന്തം, ദിവ്യ സൗഭാഗ്യം അങ്ങന്റെ സ്വന്തം. ആത്മാവുണർന്നു നിൻ സ്തുതിഗീതികളാൽ മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂമിയിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നെൻ ഹൃത്തിൽ. നിത്യം ആരാധന സ്തുതി നാഥാ, നിത്യം ആരാധന സ്തുതി നാഥാ. ഭൂമിൽ ഞാനുള്ള കാലം മേലിൽ എന്നാഥനൊപ്പം അങ്ങൻ പാതയും ലക്ഷ്യവും. ഭൂമിൽ ഞാനുള്ള കാലം മേലിൽ എന്നാഥനൊപ്പം അങ്ങൻ പാതയും ലക്ഷ്യവും. പാരിൻ ദുഃഖങ്ങളിൽ സർവം നിസാരം, പാരിൻ ദുഃഖങ്ങളിൽ സർവം നിസാരം. പുണ്യപുങ്കാലമായി യേശുവിൻ അരികെ. അറിയിപ്പുകൾ. കഴിഞ്ഞ ആഴ്ചയിലെ സ്തോത്ര കാഴ്ച 6993 രൂപ. ഹിന്ദി കുർബാന സ്തോത്ര കാഴ്ച 5728 രൂപ. സെന്റ് ജോർജ് സെന്റ് ജൂഡ് കുടുംബയുടെ കാഴ്ച സമർപ്പണം 1360 രൂപ. 6ാം ക്ലാസ്സിലെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും ടീച്ചറും 1280 രൂപ. ലോഗോസ് ബൈബിൾ ക്വിസ് രജിസ്ട്രേഷൻ അടുത്ത ഞായറാഴ്ച അവസാനിക്കുകയാണ്. രജിസ്റ്റർ ചെയ്യുവാൻ താല്പര്യമുള്ളവർ 20 രൂപയിൽ പേരും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സെന്റ് ആന്റണീസ് കുടുംബ യൂണിറ്റ് ഇന്ന് 3 മണിക്ക് പള്ളി ഹോളിൽ വെച്ചും, സെന്റ് തോമസ് കുടുംബ യൂണിറ്റ് 5 മണിക്ക് ചിറ്റിലപ്പള്ളി തോമസിന്റെ വസതി, ചിറ്റിലപ്പള്ളി പനക്കൂടൻ തോമസിന്റെ വസതിയിൽ വെച്ചും സമ്മേളിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാദാസത്തിലും പരിശുദ്ധവും ചെയ്തായും ദൈവമായ രസനെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവിനെ ഇതിനെ സ്തുതികളെ സമർപ്പിക്കാം. ഘടകങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുദീർഘവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും വഴിനാഥൻ നമ്മൾ കേകി നവജീവൻ ദിവ്യണിണത്താൽ കാത്രത്താൽ
സ്നേഹസമൂഹം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിനിലെങ്ങും നൽകിടുവിൻ. ജീവനും തീരും ശ്രീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ